അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിഖ്ഹ് ടിപ്സ് 15. പലർക്കും അറിയാത്ത ഒന്നാണ് ഏതെല്ലാം സമയത്താണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് എന്ന്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കത് വിശദീകരിക്കാം. സലാമിൻ്റെ തൊട്ടു മുമ്പാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. 6 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. 1. കുനൂത്ത്, ആദ്യത്തെ തഹിയ്യാത്ത്, കുനൂത്തിലെ സലാത്ത്, അത്തഹിയ്യാത്തിന് ശേഷമുള്ള സലാത്ത്, ഇങ്ങനെ തുടങ്ങുന്ന അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് വല്ലതും ഉപേക്ഷിക്കുക. 2. അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് വല്ലതും ഒഴിവാക്കിയോ എന്ന് സംശയിക്കുക. കുനൂത്ത് ഓതിയോ ഇല്ലയോ എന്ന് സംശയിക്കുക. 3. ഖൗലിയായ ഫർളിനെയോ സുന്നത്തിനെയോ സ്ഥലം മാറ്റുക. ഉദാഹരണം, ഫാത്തിഹയോ അല്ലെങ്കിൽ സൂറത്തിനെയൊക്കെ മറ്റുള്ള റുക്കൂഇലോ സുജൂദിലോ കൊണ്ടുവരാം. അല്ലെങ്കിൽ റുക്കൂഇൽ ചൊല്ലേണ്ട ദിക്ർ സുജൂദിൽ കൊണ്ടുവരാം, സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ റുക്കൂഇൽ കൊണ്ടുവരാം. ഇങ്ങനെ അല്ലെങ്കിൽ അത്തഹിയ്യാത്തിലിരുന്ന് ഫാത്തിഹ ഓതുക. ഇങ്ങനെ സുന്നത്തായ അല്ലെങ്കിൽ ഫർളായ കാര്യത്തെ സ്ഥലം മാറ്റി കൊണ്ടുവരിക. ഇതാണ് മൂന്നാമത്തെ കാര്യം. 4. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ മറന്ന് ചെയ്യുക. ഉദാഹരണത്തിന്, നിസ്കാരത്തിൽ വെച്ച് കുറഞ്ഞ സംസാരം സംസാരിച്ചു, 1-2 വാക്ക് പെട്ടെന്ന് മറന്ന് ഒരാൾ സംസാരിച്ചാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാവുകയില്ല. പക്ഷേ സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ട 5-ാമത്തെ കാര്യം, അവൻ നിസ്കരിച്ചതിൻ്റെ എണ്ണത്തിൽ സംശയിക്കുക. ഉദാഹരണത്തിന്, ഒരാൾ 3-4 നിസ്കരിച്ചത് എന്ന് സംശയിച്ചു. എന്നാൽ അവൻ ഉറപ്പായ 3ൻ്റെ മേൽ പിടിച്ച് 1 റക്അത്തും കൂടിയും അധികം നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അവൻ ആദ്യം 4 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിസ്കരിക്കുന്നത് 5-ാമത്തേതാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവന് സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഇനി 6-ാമത്തെ കാര്യം, ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇമാമിൽ നിന്ന് സംഭവിക്കുക. ഇമാം എന്തെങ്കിലും ഒരു കാര്യം മറക്കുക. അങ്ങനെ ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും മഅ്മൂമിന് സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഈ കാര്യങ്ങളൊക്കെയാണ് സഹ്വിൻ്റെ സുജൂദ് സുന്നത്തുള്ള കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.